ദിലീപ് കുറ്റവിമുക്തൻ. പടക്കം പൊട്ടിച്ച് ആരാധകർ. ഗെയ്സ്, ദിലീപ് കുറ്റവിമുക്തൻ. പടക്കം പൊട്ടിച്ച് ആരാധകർ. ദിലീപ് കുറ്റക്കാരനെ അല്ലെന്ന് കോടതി. വിധി പറഞ്ഞത് ജസ്റ്റിസ് ഹണി എം വർഗീസ്. നടിയെ ആക്രമിച്ച കേസിലാണ് വിധി പറഞ്ഞത്. 2017 ഫെബ്രുവരി 17 തൃശ്ശൂരിൽ നിന്നും എറണാകുളം യാത്ര ചെയ്യുമ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. നടിയെ ആക്രമിക്കപ്പെടുന്നത് രാത്രി 7 മണിക്കാണ്. ഇതിന്റെ തുടക്കം രാത്രി 7 മണിക്കായിരുന്നു. പൾസർ സുനി എന്ന് പേരുള്ള ഒരാളും അതുപോലെ കൂടെ മാർട്ടിൻ, വിജേഷ്, പ്രദീപ്, സലീം, മണി എന്നീ സംഘമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഈ സംഘമാണ് കൂടെ ഉണ്ടായിരുന്ന കൊട്ടേഷൻ സംഘം. ഇവർക്ക് കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നഗ്ന ചിത്രത്തിൽ എൻഗേജ്മെന്റ് റിംഗ് ഇട്ട് കാണുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ, ഇതായിരുന്നു കൊട്ടേഷൻ. ആക്രമിക്കപ്പെട്ടിട്ടുള്ള വിക്ടിം ആയിട്ടുള്ള നടി തന്നെ ആയിരുന്നോ എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഫോട്ടോ. നടിയെ ഒരുപാട് ഭീഷണിപ്പെടുത്തി കൂട്ടമായിട്ട് ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്തി. ഈ സംഘത്തിന് കൊടുത്തിരിക്കുന്ന മെയിൻ കൊട്ടേഷൻ ഇതായിരുന്നു. നാദിർ ഷാ എന്ന് പറയുന്ന ഒരു വ്യക്തി പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തിക്ക് 30,000 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. ക്യാഷ് വന്നിട്ടുണ്ട് എന്നതിനുള്ള തെളിവും കോടതിക്ക് കിട്ടിയിട്ടുണ്ട്. 1,10,000 രൂപ ആദ്യം കൊടുത്തിട്ടുണ്ട്. 1.5 കോടി രൂപക്കാണ് ഈ കൊട്ടേഷന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. അതേസമയം എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ കൊട്ടേഷൻ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ, അഥവാ എന്തെങ്കിലും കാരണവശാൽ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ വിചാരിച്ച പോലെ നടത്താൻ സാധിക്കാതെ വരികയോ പോലീസ് പിടിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ 3.5 കോടി രൂപ കൊടുക്കാമെന്ന് മോറലായിട്ട് അഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. രാത്രി 9 മണിക്ക് നടിയെ കാത്തിരുന്ന് അങ്കമാലി വെയിറ്റ് ചെയ്യുന്ന കൊട്ടേഷൻ സംഘത്തെ ക്രോസ് ചെയ്തു. ഈ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് പൾസർ സുനിയുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് മാർട്ടിന്റെ മെസ്സേജ് ആയിരുന്നു. ഇതായിരുന്നു സിഗ്നൽ. ഈ മെസ്സേജ് ആണ് സിഗ്നൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇതായിരുന്നു കൊട്ടേഷൻ സംഘത്തിനുള്ള സിഗ്നൽ. ശേഷം പൾസർ സുനി ടെമ്പോ എടുത്ത് സുനിൽ ഉൾപ്പെടെ 4 പേർ ആ ടെമ്പോക്കകത്തേക്ക് കയറി. ഏതാനും നിമിഷങ്ങൾക്കകം, മിനിറ്റുകൾക്കകം ആ ടെമ്പോ സുനിൽ നടിയുടെ കാറിനിടിച്ചു. പുറത്തിറങ്ങി വന്ന് മണി കാർ ഡ്രൈവറായ മാർട്ടിനോട് സോറി പറഞ്ഞു. മണിയുടെ മറുപടി കാറിലിരിക്കുന്ന മേഡത്തിനോട് പറയൂ എന്നായിരുന്നു. ഇങ്ങനെയാണ് ഈ കൊട്ടേഷൻ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് അങ്കമാലിയിൽ നിന്നും കൊട്ടേഷൻ സംഘം ക്രോസ് ചെയ്തു. പിന്നീട് കാറിന് വന്ന് ഇടിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് നടിയെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ലൈംഗികമായിട്ട് ചെയ്യുകയാണ് എല്ലാം കാറിനകത്ത് വെച്ചിട്ട് നടക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതിനുശേഷം വിവരങ്ങളെല്ലാം പോലീസിനെ അറിയിക്കുന്നു, MLA അറിയിക്കുന്നു. തുടർ നടപടികളെല്ലാം വളരെ വേഗത്തിലായിരുന്നു. ഇതാണ് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ നടിക്ക് സംഭവിച്ചത് 2017 ഫെബ്രുവരി 17 ഇന്നത്തേക്ക് ആൾമോസ്റ്റ് 9 വർഷം തികയുകയാണ്. ഡിസംബർ 8, 2025 ഇന്ന് അതിന്റെ വിധി വന്നേക്കുകയാണ്. ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. ദിലീപിന് ഡിസംബർ 8, 2025 അതിന് വിധി വന്നേക്കുകയാണ്. ദിലീപ് കുറ്റവിമുക്തൻ എന്ന് പറഞ്ഞിട്ട് കോടതി. ദിലീപ് ഈ കുറ്റകൃത്യത്തിൽ 10 പ്രതികളിൽ 6 പേരെ കുറ്റവാളികളായി തെരഞ്ഞെടുത്തു. ദിലീപ് കോടതിയിൽ നിന്നും ഇറങ്ങി വന്നു. കോടതിയുടെ പുറത്തു നിന്നും പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. ദിലീപിന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങൾക്കും, എന്റെ സുഹൃത്തുക്കൾക്കും, അവരുടെ കുടുംബങ്ങളും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. കോടിക്കണക്കിന് ആളുകളുണ്ട്. ഒരുപാട് പേര് ദിലീപിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടെല്ലാം ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് ദിലീപ്. അതുപോലെ ഈ 9 വർഷത്തോളം ദിലീപിന് വേണ്ടിയിട്ട് അഹോരാത്രം, ദിലീപിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് അഹോരാത്രം ഡിഫെൻഡ് ചെയ്ത ദിലീപിന്റെ ലോയേഴ്സ്, അതിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രാമപിള്ളൻ സാറ്, അദ്ദേഹത്തിന് ദിലീപിന്റെ ജീവിതത്തിന്റെ കടപ്പാട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് ദിലീപ്. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ കോളേജ് മേറ്റ് സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റു ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ തുടങ്ങിയ മറ്റ് ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മുതിർന്ന ഓഫീസർ, എല്ലാവരോടും, എല്ലാ ലോയേഴ്സിനോടും എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് ദിലീപ് നന്ദി പറയുകയാണ്. അവരുടെ പേരുകൾ എടുത്ത് പറഞ്ഞു തീരില്ല. വിവിധ മേഖലകളിലുള്ളവരാണ്. അതുപോലെ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ദിലീപിനെ ജീവിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരോടും ദിലീപ് ഒറ്റ വാക്കിൽ ഈ നിമിഷത്തിൽ നന്ദി പറയുകയാണ്. ദിലീപിന് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിന്റെ വസതിയിലോട്ട് അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ്. ആരാധകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ആരാധകർ അവിടെ പടക്കം പൊട്ടിച്ചും മധുരം കൊടുത്തും ലഡു വിതരണം ചെയ്തും അവിടെ ആഘോഷിക്കുകയാണ്. ദിലീപ് കുറ്റവിമുക്തൻ. അങ്ങനെ ആ വിധി വന്നേക്കുകയാണ്. എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.